1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഏതാണ്ട് മലബാറിലെ മിക്ക മണ്ഡലങ്ങളിൽ ഇവർ സഹകരിച്ചാണ് പ്രവർത്തിച്ചത്. അന്ന് ഈ ജനതാ പാർട്ടിയാണ്. ജനതാ പാർട്ടിയിലെ പ്രധാനപ്പെട്ട കക്ഷി ആരാ? ജനസംഘം, പഴയ ജനസംഘം. ഇപ്പോഴത്തെ BJP ഒക്കെ തീവ്ര ഹിന്ദുത്വം പുലർത്തിയിരുന്ന ആളുകളാണ് അവരുടെ നേതൃത്വത്തിലാണ് ഈ ജനതാ പാർട്ടി ഉണ്ടായത് തന്നെ. അപ്പൊ ജനതാ പാർട്ടിയും CPM-ഉം കൂടെ ധാരണ എന്ന പേരിൽ ഈ RSS നേതാക്കളാണ് അന്ന് വടക്കൻ കേരളത്തിൽ CPM-ന് വേണ്ടി പ്രധാനപ്പെട്ട പ്രചാരണം നടത്തിയിരുന്നത്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നമ്മുടെ പഴയ ശിവദാസ മേനോൻ, ശിവദാസ മേനോൻ, അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതാരാ? നമ്മുടെ LK അദ്വാനി. ഓർമ്മയില്ലേ? അത് ആ പ്രസംഗം തർജ്ജിമ ചെയ്തതാരാ? നമ്മുടെ O രാജഗോപാൽ. നേമത്ത് നിന്ന് ജയിച്ചു വന്ന് ആദ്യമായിട്ട് കേരള നിയമസഭയിൽ BJP-യുടെ അക്കൗണ്ട് തുടങ്ങിയ രാജേട്ടൻ ട്രാൻസ്ലേറ്റ് ചെയ്തത്. അതിനെപ്പറ്റി വല്ലതും പറഞ്ഞ CPM-കാരെന്താ പറയുന്നത്? അവരൊന്ന് ജനസംഘമൊന്നും അല്ലെന്നേ, അവർ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരല്ലയോ എന്നാ. അപ്പോൾ ഒറ്റ കാര്യം ഓർത്താൽ മതി, ചിന്തിച്ചാൽ മതി. ആരാണ് ഉത്തരേന്ത്യയിലെ രഥയാത്ര നടത്തിയതും ആരുടെ നേതൃത്വത്തിലാണ് പിന്നീട് അയോധ്യയിലെ ബാബരി മസ്ജിദ് പൊളിച്ചതെന്നും ഒന്ന് ഓർത്താൽ മതി. ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാകും.